നിങ്ങളറിയാതെ നിങ്ങളെ കൺട്രോൾ ചെയ്യുന്ന 5 യൂണിവേഴ്സൽ ലോസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്. ഇത് ആദ്യമേ തന്നെ യൂണിവേഴ്സൽ ലോ എന്നൊക്കെ പറയുമ്പോൾ ചില ആളുകൾ വന്നിട്ട് ഇത് എവിടെയാണ് ഈ ലീഗലായിട്ട് എഴുതി വെച്ച ലോ ആണോ, ഇത് ഏതെങ്കിലും ബുക്കിൽ എഴുതിയ ലോ ആണോ എന്നൊക്കെ നിങ്ങൾ ചോദിക്കുന്നുണ്ടെങ്കിൽ ഇതൊരു ബുക്കിൽ എഴുതിയ ലോ അല്ല. അതുപോലെ തന്നെ ലീഗലായിട്ട് പറയുന്ന ഒരു ലോസ് അല്ല. നമ്മുടെ ജീവിതത്തിലെ പല മേഖലകളും, ഫോർ എക്സാമ്പിൾ മിലിറ്ററി, സൈക്കോളജി, ബിസിനസ്, പല മേഖലകളിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് പല സന്ദർഭങ്ങളിലായിട്ട് ഉരുത്തിരിഞ്ഞു വന്ന ലോസാണ് ഞാൻ പറയാൻ പോകുന്നത്. ഈ ലോസ് അറിയുന്നത് കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ബെറ്റർ ആക്കാൻ പറ്റും. അത് ഞാൻ ഈ വീഡിയോയുടെ അവസാനം പറയാം. അപ്പോൾ നിങ്ങളെ പവർഫുൾ ആക്കാൻ പോകുന്ന 5 ലോസ്. നമ്പർ 1, മർഫീസ് ലോ. മർഫീസ് ലോ പറയുന്നത് എനിത്തിങ് ദാറ്റ് ക്യാൻ ഗോ റോങ് ദാറ്റ് വിൽ ഗോ റോങ്. നമ്മൾ ഇൻട്രസ്റ്റെല്ലാർ മൂവിയിൽ ഈ മർഫീസ് ലോവിനെ പറ്റിയിട്ട് ഒരു സെക്ഷൻ വളരെ ഫേമസ് ആയിട്ട് പറയുന്നുണ്ട്. ഇപ്പോൾ മൂവി കണ്ടവർക്കൊക്കെ അറിയാൻ പറ്റും. ഈ ലോ ആദ്യമായിട്ട് കോയിൻ ചെയ്യുന്നത് എയറോസ്പേസ് എഞ്ചിനീയർ ആയിരുന്ന എഡ്വേർഡ് എ മർഫിയാണ്. അദ്ദേഹം റോക്കറ്റ് സ്ലെഡ് ടെസ്റ്റ് നടത്താൻ വേണ്ടിയിട്ട് എഡ്വേർഡ്സ് എയർ ബേസിൽ നിൽക്കുന്ന സമയത്ത് ടെക്നീഷ്യൻ്റെ കൂടെ വലിയൊരു സേഫ്റ്റി സിസ്റ്റം ചെക്ക് ചെയ്യാൻ നേരത്ത് സെൻസേഴ്സ് ആ ടെക്നീഷ്യൻ റോങ് ആയിട്ടാണ് ഇൻസ്റ്റാൾ ചെയ്തേക്കുന്നത് കണ്ടെത്താനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചു. ഇത് കണ്ടപ്പോൾ അദ്ദേഹം വളരെയധികം ഫ്രസ്ട്രേറ്റഡ് ആയി. കാരണം ഒരു റോക്കറ്റിൻ്റെ ഒരു സേഫ്റ്റി സിസ്റ്റത്തിൽ ഇത്ര ഒരു സിമ്പിൾ മിസ്റ്റേക്ക് ഉണ്ടാക്കിയാൽ അതിൻ്റെ ഭവിഷ്യത്ത് നമ്മൾ പറയേണ്ട കാര്യമില്ലല്ലോ. ആ ഒരു സമയത്ത് അദ്ദേഹം കോയിൻ ചെയ്ത ടേമാണ് മർഫീസ് ലോ എന്നാണ് പറയുന്നത്. ഈവൻ എൻ്റെ വർക്ക് പ്ലേസിലായപ്പോൾ ഇപ്പോഴും ഈ മർഫീസ് ലോ എൻ്റെ കൊളീഗ്സ് പലരും ഈ ലോ യൂസ് ചെയ്യുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം ഇത് കേൾക്കുന്ന ആളുകൾ വിചാരിക്കുന്നുണ്ടാവും ഈ ലോ എന്തൊരു ബാഡ് ലക്ക് ലോ ആണല്ലോ ഇതെന്ന്. ഇത് ഒരു ബാഡ് ലക്ക് ലോ അല്ല. അതിന് പകരം നമുക്ക് കണ്ടിൻജൻസീസ് പ്ലാൻ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ ലോ പറയുന്നത്. സേ ഇപ്പോൾ നിങ്ങളുടെ കാർ ബ്രേക്ക് ഡൗൺ ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അതിനോട് വേണ്ടിയിട്ട് ഒരു മെയിൻ്റനൻസ് ഒരു പ്ലാൻ നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ നിങ്ങൾ പ്രൈവറ്റ് സെക്ടറിലാണ് ജോലി ചെയ്യുന്നത്. നിങ്ങളുടെ ജോലി എപ്പോൾ വേണമെങ്കിലും പോകാൻ സാധ്യതയുണ്ട്. നിങ്ങളുടെ സ്കിൽസ് നിങ്ങൾ എപ്പോഴും ഷാർപ്പൻ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെ പ്രോബബിലിറ്റി മനസ്സിലാക്കി അത് പരിഹരിക്കാനായിട്ടുള്ള സൊല്യൂഷൻസ് കണ്ടെത്താനാണ് മർഫീസ് ലോ നമ്മളോട് പറയുന്നത്. നമ്പർ 2, കിഡ്ലിൻസ് ലോ. ഏത് പ്രോബ്ലവും ഇൻസ്റ്റന്റ് ആയിട്ട് നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ലോ ആണ് കിഡ്ലിൻസ് ലോ. ഈ കിഡ്ലിൻസ് ലോ ഉരുത്തിരിഞ്ഞ് വരുന്നത് സൈക്കോളജി ആൻഡ് ബിസിനസ് മേഖലയിലാണ് വരുന്നത്. എക്സാക്ട് അത് ആരാണ് കോയിൻ ചെയ്തതെന്നുള്ളതൊന്നും എനിക്കിത് കണ്ടെത്താനായിട്ട് സാധിച്ചില്ല. ഹിസ്റ്ററിയിൽ അത് അങ്ങനെ പറയുന്നില്ല. പക്ഷേ ഈ കിഡ്ലിൻസ് ലോ എന്താണ് പറയുന്നതിന് മുമ്പ് ഞാൻ നിങ്ങൾക്ക് ഒരു ചെറിയൊരു പസിൽ തരാം. പസിൽ ഇങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നിങ്ങൾ കേരളത്തിലാണ് നിൽക്കുന്നത്. നിങ്ങൾ കേരളത്തിൽ നിന്ന് യുഎസിലേക്ക് ട്രാവൽ ചെയ്യുകയാണ്. യുഎസിൽ എത്തിക്കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് വിശന്നു കഴിഞ്ഞപ്പോൾ നിങ്ങൾ ഒരു പിസ്സ ഷോപ്പിൽ പോവുകയാണ്. പിസ്സ ഷോപ്പിൽ നിങ്ങൾ പോയിട്ട് ഒരു പിസ്സയും ഒരു ഡ്രിങ്കും നിങ്ങൾ മേടിച്ചു. ഇതൊരു ചെറിയൊരു മാത്തമാറ്റിക്കൽ ചോദ്യമാണ്, ഇതൊരു ട്രിക്കി ചോദ്യമല്ല. അപ്പം ഈ പിസയും ഡ്രിങ്കും നിങ്ങൾ മേടിച്ചത് $11 കൊടുത്തിട്ടാണ് നിങ്ങൾ ഇത് മേടിക്കുന്നത്. ഇനി ഇതിനകത്ത് പറയേണ്ട ഒരു കണ്ടീഷൻ ഇതാണ്: പിസയുടെ പ്രൈസ് ഡ്രിങ്കിന്റെ പ്രൈസിനേക്കാൾ $10 കൂടുതലാണെങ്കിൽ ഡ്രിങ്കിന്റെ പ്രൈസ് എത്രയാണ് എന്നുള്ളതാണ് ചോദ്യം. അപ്പൊ എഗെയിൻ ഞാൻ ഒന്നുകൂടെ പറയാം, ഇതൊരു ട്രിക്കി ചോദ്യമല്ല. ഹാർഡ്വേർഡില് 50% സ്റ്റുഡൻസിനും ഈ ഒരു ക്വസ്റ്റ്യൻ കൊടുത്തപ്പോൾ തെറ്റിച്ച ഒരു ചോദ്യമാണ്. പെട്ടെന്ന് ഇൻസ്റ്റന്റേനിയസ് ആയിട്ട് നിങ്ങളുടെ മനസ്സിൽ $1 ഡ്രിങ്കിന്റെ പ്രൈസ് എന്നൊക്കെ വരുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ്. അപ്പൊ ഇതിന്റെ ആൻസർ ഞാനിത് പറയുന്നില്ല. നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ ഒരു ബുക്കും പേന എടുത്തിട്ട് നമ്മൾ പണ്ട് സ്കൂളിൽ പഠിച്ച അൽജിബ്രിക് ഇക്വേഷൻ എക്സും വൈ ഇട്ടിട്ട് ഒന്ന് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇത് കണ്ടുപിടിക്കാൻ സാധിക്കും. അപ്പൊ ഇതിന്റെ ആൻസർ ഞാൻ താഴെ കമന്റ് ചെയ്തേക്കാം. അപ്പോൾ ഇതാണ് കിഡ്ലിൻസ് ലോ പറയുന്നത്. ഇത് കിഡ്ലിൻസ് ലോ എന്താണ് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രോബ്ലം നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് എഴുതാനായിട്ട് സാധിച്ചു കഴിഞ്ഞാൽ ആ പ്രോബ്ലം നിങ്ങൾ പകുതി സോൾവ് ചെയ്തു എന്നാണ് കിഡ്ലിൻസ് ലോ പറയുന്നത്. ഇഫ് യു ക്യാൻ റൈറ്റ് ഡൗൺ എ പ്രോബ്ലം ക്ലിയർലി ഇറ്റ്സ് ഹാഫ് സോൾവ് എന്നാണ് കിഡ്ലിൻസ് ലോ പറയുന്നത്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പസിൽ വെച്ചിട്ട് നിങ്ങൾ കൃത്യമായിട്ട് ഇത് എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇതിനുള്ള ആൻസർ, അതായത് ഡ്രിങ്കിന്റെ വില എത്രയാണെന്നുള്ളത് നിങ്ങൾക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. അപ്പൊ നെക്സ്റ്റ് ടൈം നിങ്ങൾ സ്റ്റക്ക് ആയിട്ടൊക്കെ ഇരിക്കുകയാണ്, നിങ്ങൾക്ക് ഒരു ഡിസിഷൻ എടുക്കണം, ഭയങ്കര കൺഫ്യൂസ്ഡ് ആണെങ്കിൽ തീർച്ചയായിട്ടും ഒരു പേപ്പറും പേനയും എടുത്തിട്ട് നിങ്ങൾ അത് എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് നിങ്ങളത് ഹെൽപ്പ് ചെയ്യും, സൊല്യൂഷൻസ് പെട്ടെന്ന് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഇനി എന്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങളെ വീഡിയോസ് കാണുന്നതെങ്കിൽ ഞാൻ ഈ ചാനലിൽ നമ്മൾ സ്കൂളിൽ നമ്മളെ പഠിപ്പിക്കാത്ത ലൈഫ് സ്കിൽസിനെ പറ്റി ബേസ് ചെയ്തിട്ടുള്ള കണ്ടന്റ് ആണ് ചെയ്യുന്നത്. ഹെൽത്ത്, വെൽത്ത്, അതുപോലെ തന്നെ നമ്മുടെ സിമ്പിൾ ഫൈനാൻസ് ബേസ്ഡ് വീഡിയോസ് ആണ് ചെയ്യുന്നത്. മെജോറിറ്റി ആളുകൾ വീഡിയോസ് കാണാറുണ്ട്, പക്ഷെ ഒരു ഭൂരിഭാഗം ആളുകളും സബ്സ്ക്രൈബ് ചെയ്യാതെ സ്വൈപ്പ് അവേ ആണ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ചാനലിനെ അത് ഹെൽപ്പ് ചെയ്യും. നമ്പർ 3, വിൽസൺസ് ലോ. പ്രയോറിറ്റൈസ് നോളജ് ആൻഡ് ലേണിംഗ്, then money will follow. ഈ ഒരു ലോ ബിഹേവിയറൽ സൈക്കോളജി ആൻഡ് ബിസിനസ് മേഖലയിൽ നിന്ന് വന്ന ഒരു ലോ ആണ്. അഗെയിൻ ഇത് ആര് കോയിൻ ചെയ്തു എന്നുള്ളത് അത്ര കൃത്യമായിട്ടുള്ള തെളിവുകൾ നമ്മുടെ കയ്യിലില്ല. മെജോറിറ്റി ആളുകളും ഇപ്പൊ ക്വിക്ക് റിച്ച് സ്കീമിന്റെ പുറകെയാണ്. അപ്പൊ ആ സമയത്ത് നമുക്ക് വിൽസൺസ് ലോ ഒന്ന് ശ്രദ്ധിച്ച് നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കാം. ഈ ക്വിക്ക് റിച്ച് സ്കീം എന്നുള്ള ഒരു സംഭവം ശരിക്കും ഇല്ല. നമ്മൾ പലപ്പോഴും കെണിയിൽ കൊണ്ടുപെടുത്തുന്നത് ക്വിക്ക് റിച്ച് സ്കീമുകളാണ്. നമ്മൾ മണിക്ക് പിന്നാലെ ഓടുന്നതിന് പകരം നിങ്ങൾ നോളജ് ബിൽഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക, നിങ്ങളുടെ സ്കിൽ സെറ്റ്സ് ബിൽഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇത് രണ്ടും നിങ്ങൾ പ്രോപ്പറായിട്ട്
മൈൻഡ് ബിൽഡ് ചെയ്ത് കറക്റ്റ് ആയിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മണി നിങ്ങൾ ഓട്ടോമാറ്റിക്കലി ഫോളോ ചെയ്യും എന്നാണ് വിൽസൺസ് ലോ പറയുന്നത്. ഇപ്പൊ നെക്സ്റ്റ് ടൈം നിങ്ങൾ ഫൈനാൻഷ്യലി സ്ട്രഗിൾ ചെയ്യുന്ന നിങ്ങൾക്ക് എപ്പോൾ ഫീലിംഗ്സ് വരുന്നുണ്ടോ അപ്പോൾ നിങ്ങൾ ചിന്തിക്കുക നിങ്ങളുടെ സ്കിൽസ് വാല്യുബിൾ ആണോ, നിങ്ങളെ തന്നെ എല്ലാ ദിവസവും ഇംപ്രൂവ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ടോ, നിങ്ങൾ നോളജിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ നിങ്ങൾ തയ്യാറാണോ എന്റർടൈൻമെന്റ് മാത്രമല്ലാതെ. തീർച്ചയായിട്ടും വിൽസൺസ് ലോ നിങ്ങളുടെ ഫൈനാൻഷ്യൽ ഫ്രീഡത്തെ ഇംപ്രൂവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുമെന്ന് ഞാൻ കരുതുന്നു. നമ്പർ 4, ഫോക്ലിൻസ് ലോ. If you don't need to make a decision, then don't make a decision. സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് ആളുകൾ അപ്ലൈ ചെയ്യുന്ന ഒരു ലോ ആണ് ഫോക്ലിൻ ലോ. അവർക്ക് ഡിസിഷൻ എടുക്കേണ്ടാത്തൊരു സമയത്ത് അവർ ഒരിക്കലും ആ ഡിസിഷൻ എടുക്കാറില്ല. അതായത് പല സന്ദർഭങ്ങളിലും നമ്മൾ നമ്മുടെ കൂട്ടുകാർക്ക് വേണ്ടിയിട്ടും അല്ലെങ്കിൽ റിലേറ്റീവ്സിന് വേണ്ടിയിട്ടും ഒക്കെ നമ്മൾ ഡിസിഷൻസ് എടുക്കാറുണ്ട്. നമ്മൾ അവരെ നീ ഇങ്ങനെ ചെയ്യും, നമ്മൾ അങ്ങനെ ചെയ്യും, നമ്മൾ ഒരുപാട് ഉപദേശിക്കാറുണ്ട്. നമ്മുടെ ഡിസിഷൻസ് ചിലപ്പോൾ അവരുടെ ലൈഫിൽ അത് ആപ്ലിക്കബിൾ ആവണമെന്ന് ഒരു നിർബന്ധമില്ല. അപ്പോൾ നമുക്ക് ആ ഡിസിഷൻ നമ്മളെ അത് ബാധിക്കുന്നില്ല, നമുക്ക് അതുമായിട്ട് വലിയ റെലവൻസ് ഇല്ലെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ഡിസിഷൻ എടുക്കേണ്ട കാര്യമില്ല. അതാണ് ഫോക്ലിൻസ് ലോ പറയുന്നത്. ഈ ഫോക്ലിൻസ് ലോ വേറൊരു കാര്യത്തിൽ നമ്മുടെ ഒരു ആസ്പെക്റ്റിൽ ഒരു കാര്യത്തിൽ യൂസ് ചെയ്യാൻ പറ്റും. നമ്മൾ ചില സമയത്ത് നമ്മൾ എപ്പോഴും ഓവർ തിങ്ക് ചെയ്യാറുണ്ട്, എനിക്കൊരു സാധനം വേണം, അപ്പോൾ നമ്മൾ അതിനെ പറ്റിയിട്ട് നമ്മൾ ഒരുപാട് ഓവർ തിങ്ക് ചെയ്യാറുണ്ട്. അപ്പം പെട്ടെന്ന് തന്നെ എടുക്കേണ്ട എന്ന് ഫോക്ലിൻസ് ലോയിൽ പറയുന്നുണ്ട്. അർജന്റ് ആയിട്ട് നമുക്ക് ഡിസിഷൻ എടുക്കേണ്ട സമയത്ത് മാത്രം നമ്മൾ ഫോക്കസ് ചെയ്തെടുക്കുക. അർജന്റ് അല്ലാത്ത കേസസിൽ യു ഗീവ് ഇറ്റ് സം ടൈം എന്ന് ഫോക്ലിൻസ് ലോയിൽ പറയുന്നുണ്ട്. അപ്പോൾ രണ്ട് കാര്യങ്ങളാണ് ഫോക്ലിൻസ് ലോയിൽ പറഞ്ഞത്. ഒന്ന്, നിങ്ങൾക്ക് ഡിസിഷൻ എടുക്കേണ്ടാത്ത സമയത്ത് നിങ്ങൾ ഡിസിഷൻ എടുക്കരുത്. നിങ്ങൾക്ക് എടുക്കണമെങ്കിൽ അർജന്റ് ആണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഡിസിഷൻ എടുത്തേ പറ്റത്തുള്ളൂ. ഇനി അത് അർജന്റ് അല്ല എങ്കിൽ തീർച്ചയായിട്ടും സമയം എടുത്തിട്ട് സമാധാനമായിട്ട് ഡിസിഷൻ എടുക്കാനാണ് ഫോക്ലിൻസ് ലോ പറയുന്നത്. ഇനി ഈ ലോ എവിടെ നിന്നാണ് വന്നത് എന്ന് പറയുന്നത് ബ്രിട്ടീഷ് മിലിറ്ററി സ്ട്രാറ്റജിയുടെ ഭാഗമായിട്ട് വന്നൊരു ലോ ആണ്. 1982 UK അർജന്റീന തമ്മിൽ വാർ ഉണ്ടായപ്പോൾ ഡിറൈവ് ചെയ്ത് വന്ന ലോ ആണ് ഫോക്ലിൻസ് ലോ. നമ്പർ 5, ഗിൽബർട്ട്സ് ലോ. ഇത് ഒരു അൾട്ടിമേറ്റ് റൂൾ ഓഫ് സക്സസ് ആണ് ഈ ലോ. ഗിൽബർട്ട്സ് ലോ പറയുന്നത് ഇങ്ങനെയാണ്: ഇറ്റ് ഈസ് ഓൾവേസ് യുവർ റെസ്പോൺസിബിലിറ്റി ടു ഫൈൻഡ് ദ ബെസ്റ്റ് വേ ടു അച്ചീവ് ദ ഡിസൈർഡ് റിസൾട്ട്. അതായത് നിങ്ങൾക്ക് ഒരു റിസൾട്ട് നിങ്ങൾക്ക് വേണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അത് നിങ്ങളുടെ മാത്രം ഉത്തരവാദിത്തമായിരിക്കും എന്നാണ് ഗിൽബർട്ട്സ് ലോ പറയുന്നത്. ഇതൊരു 20th സെഞ്ചുറിയിൽ ബിസിനസ് പ്ലസ് പ്രൊഡക്ടിവിറ്റി മേഖലയിൽ നിന്ന് വന്നൊരു ലോ ആണ്. അഗെയിൻ ഇത് ആര് കോയിൻ ചെയ്തു എന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് അറിയില്ല. ഇത് വർക്ക് പ്ലേസിൽ ഒരുപാട് അപ്ലൈ ചെയ്യുന്ന ഒരു ലോ ആണ്. നിങ്ങളൊരു വർക്ക് ചെയ്യുന്ന ഒരാളാണെങ്കിൽ വർക്ക് പ്ലേസിൽ പല സമയത്തും നമ്മളോട് കാര്യം ചെയ്യാൻ നമ്മുടെ ബോസ് പറയുന്നു, നമ്മൾ എന്നിട്ട് അതുമായിട്ട് യാതൊരു റെലവൻസ് ഇല്ലാതെ ഒരു ബന്ധമില്ലാത്ത കുറെ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് കൊടുക്കുന്നു. അപ്പം പല സമയത്ത് നമുക്ക് അങ്ങനെ ഉണ്ടാവുന്ന റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്രോപ്പർ ആയിട്ട് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാത്തതുകൊണ്ടാണ്. അപ്പം നമുക്കൊരു റിസൾട്ട് നമുക്ക് അച്ചീവ് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ അത് പ്രോപ്പർ ആയിട്ട് മനസ്സിലാക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അതുപോലെ തന്നെ ബോസിന്റെ സൈഡിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ പുള്ളിക്ക് ആ റിസൾട്ട് വേണം എന്നുള്ളത് പുള്ളിയുടെ ആഗ്രഹമുള്ളതായതുകൊണ്ട് പുള്ളി അതിന് വേണ്ടിയിട്ട് പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളത് പുള്ളിയുടെയും ഉത്തരവാദിത്തമാണ്. അപ്പോൾ ഇതാണ് നിങ്ങളറിയാതെ ഡെയിലി നിങ്ങളെ കൺട്രോൾ ചെയ്തിട്ടിരിക്കുന്ന ലോ. ഇതിനകത്ത് മർഫീസ് ലോ എനിക്ക് കുറച്ചുകൂടെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ ലോ ആണ്. ചില ദിവസങ്ങളിൽ ഞാൻ എൻ്റെ ഫോൺ ഒരു 10 തവണയെങ്കിലും താഴെ ഇടാറുണ്ട്. ആ ദിവസം സ്പെസിഫിക് ആയിട്ട് നമ്മളൊരു 5 അല്ലെങ്കിൽ 10 നമ്മളെ ഫോൺ താഴെ ഇട്ടിരിക്കും. അപ്പം അതിനുള്ള ചാൻസ് എന്താണ്, നമ്മളത് ഫോണാണ് നമ്മൾ താഴെ ഇടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മളെല്ലാവരും ഇപ്പം ഫോണിന് കവറൊക്കെ മേടിച്ചിടാറുണ്ട്, നമ്മൾ സ്ക്രീൻ ഗാർഡ് ഒട്ടിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ അതിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അപ്പം ഈ ഒരു ലോ നമ്മൾ ഫോണിന് വേണ്ടിയിട്ട് മാത്രമല്ല നമ്മുടെ ലൈഫിലും നമ്മൾ പല മേഖലകളിലും സ്പെസിഫിക്കലി നമ്മുടെ മൈൻഡ് സെറ്റ്, ഹെൽത്ത്, അതുപോലെ തന്നെ ഫൈനാൻസ് മേഖലകളിലും ഈ ലോ ഈ മർഫീസ് ലോ മാത്രമല്ല ഈ പറഞ്ഞ എല്ലാ ലോസും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കട്ടെ. ഈ ലോസ് നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെയാണ് നേട്ടമെന്ന് ഞാൻ പറയാമെന്ന് പറഞ്ഞത്. നമ്പർ 1, നിങ്ങൾക്ക് ഏത് പ്രോബ്ലം വളരെ ഫാസ്റ്ററായിട്ട് സോൾവ് ചെയ്യാനായിട്ട് ഈ ലോസ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. നമ്പർ 2, ചെറിയ സർപ്രൈസസ് ആയിരിക്കും. ഒരു സാധനം തെറ്റിപ്പോയാലും നിങ്ങൾക്ക് അറിയാം തെറ്റിപ്പോകാൻ ചാൻസ് ഉണ്ടായിരുന്നു, ഞാൻ പ്രിപ്പയർഡ് ആണ്. നമ്പർ 3, ലെസ് സ്ട്രെസ്. നമുക്ക് കൂടുതൽ സ്ട്രെസ് ഒന്നും ഉണ്ടാക്കാതെ ഓവർ തിങ്ക് ചെയ്യാത്ത ഒരു കാര്യങ്ങൾ നമുക്ക് സോൾവ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ലോസ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കട്ടെ. ഈ ചാനലിൽ നിങ്ങൾ ആദ്യമായിട്ടാണ് വരുന്നതെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ്. ഈ വീഡിയോ റെലവെന്റ് ആയിട്ട് തോന്നുന്ന നിങ്ങളുടെ ഫ്രണ്ട്സ്, ഫാമിലി, അതുപോലെ റിലേറ്റീവ്സ് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ.